നല്ല രസമല്ലേ? എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഇടിഞ്ചക്ക തോരനാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കണ എന്താന്ന് ചോദിച്ചാല് പ്രത്യേകിച്ച് കാണുന്നില്ല, നല്ല ഭംഗിയില്ലേ സ്ഥലം കാണാൻ. അപ്പൊ നിങ്ങൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ചക്ക വെട്ടാന്ന് വിചാരിച്ചേക്കണം. അപ്പൊ നമുക്ക് ഇടിഞ്ചക്ക ആദ്യം വെട്ടിയെടുക്കാം. ആണോ? എന്നാ എന്നറിയോ? അരി ഉണ്ടാവണേ അല്ലേ? അരി ഉണ്ടാവണേ, മനസ്സിലായോ? ചക്കയും പിടിച്ചോണ്ട് നിൽക്കാനൊരു കുറെ നേരം ഇരുന്ന് വരാവോ? ആലിക്കുഞ്ഞ നീ നേരെ നോക്കി കിടക്കണം. ആലിക്കുഞ്ഞെ അതൊക്കെ നോക്കിപ്പോ, താഴെ നോക്കി, നേരെ നോക്കിയല്ല താഴെ നോക്കിപ്പോ, വരമ്പ് നോക്കി നോക്കിയേ, ഇവിടെ നോക്കിയേ ആലിക്കുഞ്ഞ്. കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ സാധനം മുള്ള കളഞ്ഞെടുക്കാം. ഞാൻ ഇനി അത് കാണിച്ചു തരാം. ഇങ്ങനെ കളഞ്ഞാൽ മതി, സിമ്പിളാ. ഈ സാധനം കളഞ്ഞു കേട്ടോ. ഇത് ഞങ്ങളുടെ നാട്ടിൽ പൂണിന്നാ പറയുന്നത്. നിർത്തി കളയുക. ചക്ക വെട്ടിയെടുക്കണ അത്രയും പാടൊന്നുമില്ല കേട്ടോ ഇടിഞ്ചക്ക വെട്ടാനായിട്ട്. കയ്യിൽ കുറച്ച് അരക്കാവുന്നുള്ളൂ. നമുക്ക് വെളിച്ചെണ്ണയൊക്കെ തൂത്ത് കളയാവുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇടിഞ്ചക്ക. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പണി പഠിച്ചെടുത്ത ചക്ക വെട്ടാൻ എനിക്ക് ഇത്ര വരങ്ങില്ല, എന്നാലും വീട്ടിൽ വന്നാൽ ഞാൻ ചെയ്യും. ചക്ക വലിയ ചക്ക, ചക്കയുടെ കുഞ്ഞ തപ്പൂനെ പോലെ. ചക്ക തപ്പ് കുഞ്ഞുക്ക് കൂടുണ്ടോ? കൂടുണ്ടോ? വീഡിയോ എടുക്കാറില്ലല്ലോ. അല്ലെങ്കിൽ ശരിയാക്കി തന്നല്ലേ. ബാക്കിലൊരാള് നിൽപ്പുണ്ട് കേട്ടോ, ക്യാമറമാൻ. പിന്നെ ഈ ഇടിച്ചക്കനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, എനിക്കായിട്ടും ഇഷ്ടം. അപ്പൊ തീർന്നു. എന്റെ കൈ കണ്ടോ? ഇത് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് കളഞ്ഞാൽ മതി. അപ്പൊ ഇനി നമുക്ക് കൊച്ചു വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. താങ്ക് യു ചോദിച്ചരാവും. ആർക്കാ മസില് കൂടുതലെന്ന് നോക്കട്ടെ. കളയല്ലേ? കൊള്ളാലോ. തരാവോ? കുറച്ച് ഒഴിച്ചു കൊടുത്തും എടുക്കണെന്തേ? ഏത്? ഓ ആരാ? ആണോ? അതായാലും എടുക്കൻ. കുഞ്ഞുക്ക പോണില്ലേ?
എവിടെ കൊക്കതേ മോതേ പോണു. മോളിൽ കൂടെ പോണ്ട, അതെടുത്തോ. എല്ലാം കൂട്ടി കയറാറായില്ല, അതാന്ന് തോന്നുന്നു. അപ്പൊ ഇടിഞ്ചക്ക ഞാൻ നല്ല അടിപൊളിയായിട്ട് ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തോരൻ വെക്കണം. ആദ്യം കഴുകണം. കഴുകി വേവിച്ച് ഇടിക്കാൻ അമ്മിക്കല്ലൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് തോരൻ വെക്കണം. അപ്പം അതിനുള്ള സൗകര്യമൊന്നും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, കാരണം ഗ്യാസ് സ്റ്റവ് ഒക്കെ എടുത്തുകൊണ്ട് വലിയ പാടാണ്. അപ്പം അതുകൊണ്ട് നമുക്കിനി ഇത് വീട്ടിൽ ചെന്ന് തോരനുണ്ടാക്കാം. നമുക്ക് പോയാലോ? ഇടിച്ചക്ക ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. നമുക്ക് ആദ്യം കുക്കറിലേക്ക് ചെറുതാക്കിയിടാം. അപ്പോൾ ദേ കറക്റ്റ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ ഇത്രയും ചക്ക വേകാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ കറക്റ്റ് 1 വിസിലടിച്ചാൽ മതി കേട്ടോ. 1 വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ ഇടിച്ചക്ക കറക്റ്റ് വേവാകും. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും തൊണ്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ അടുക്കളയിൽ ഞാൻ തന്നെ ഇരുന്നുകൊണ്ട് സിറ്റ് ഔട്ടിലുള്ള കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതാട്ടോ ഉള്ളി തൊണ്ട് പൊളിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ഉള്ളി ഞാൻ തൊണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി. പിന്നെ നമുക്കിന്ന് വാഷ് ചെയ്തിട്ട് ചതച്ചെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ഇടിഞ്ചക്ക ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് വേണം കേട്ടോ ക്രഷ് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവും. അരഞ്ഞു പോയാൽ നമുക്ക് ഇടിഞ്ചക്കയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അടുത്തത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിയും മുളകും ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ചതച്ച് വെച്ചേക്കുന്ന ഇടിഞ്ചക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങ ചേർക്കുന്നില്ല, തേങ്ങ ചേർത്ത് ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിഞ്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. കഷ്ണമൊന്നുമില്ല, ചാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മീനിൻ്റെ ഈ ചാറും മീൻ വറുത്തതും കൂട്ടി കഴിക്കാം. സൂപ്പറാണോ? അടിപൊളിയാണോ? മീൻകറിയും കൂട്ടി ഇടിഞ്ചക്കത്തോരം നല്ല സൂപ്പറാട്ടോ. അപ്പൊ ഇടിഞ്ചക്കയുടെ ഒരു സമയമാണ് ഇപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.